ദില്ലിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ നടത്തിയ ധർണ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള വഴി ഉപരോധിച്ചുകൊണ്ടുള്ള സമരം. ആ സമരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ വിഷമമുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം പങ്കെടുത്തു. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ സമരത്തിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുന്നയിച്ച ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുക എന്നതാണ്. അതേ ആവശ്യം ഉന്നയിച്ചു ദില്ലി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിരുന്നു. രാജ്ഭവൻ മാർച്ച് നടന്നിരുന്നു. രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തിയ, പ്രകടനം നടത്തിയ, പ്രതിഷേധ യോഗം ചേർന്ന 5000-ഓളം പേർക്കെതിരെയാണ് വി.ഡി. സതീശൻ സർക്കാർ കേസെടുത്തിരിക്കുന്നത്. ചെറിയ നമ്പറല്ല, 5000 പേർക്കെതിരെ. കണ്ണൂരിൽ SFI നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഏകദേശം 166 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യം നൽകി വിട്ടയച്ചത്. കണ്ണൂരിൽ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ എന്താണോ ദില്ലിയിൽ നടന്നത് അതിന് സമാനമായ സംഭവങ്ങൾ അതുപോലെ ആവർത്തിക്കുന്നു കേരളത്തിലും. കേരളത്തിൽ മാത്രമല്ല, BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിച്ചു. UP-യിൽ, ബീഹാറിൽ, പശ്ചിമ ബംഗാളിൽ, അസമിൽ, ഇവിടെയെല്ലാം സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. സമരത്തിനെതിരെ ക്രൂരമായ ലാത്തിച്ചാർജ് നടത്തി, വെടിവെപ്പ് നടന്നു. ബീഹാറിൽ നാം കണ്ടു AK-47 തോക്കുപയോഗിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ വെടിവെക്കുന്ന പോലീസുകാരൻ്റെ ചിത്രം. അങ്ങനെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിനെ അതിജീവിച്ചു വിദ്യാർത്ഥികൾ. അതേപോലെ കേരളത്തിലും എന്താണോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നത് അത് തന്നെ കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ ചെയ്യുന്നത് പോലെ തന്നെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നു. സമരം ചെയ്ത വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കുന്നു. 166 പേർക്കെതിരെ കേസെടുത്തു. എന്താണോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് സമാനമായ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കേരളത്തിന് നോട്ടീസ് അയച്ചത്. കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്, സുപ്രീം കോടതി ബെഞ്ച് 5 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചു. അതിലൊന്ന് കേരളമാണ്. കേരളം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരിന് നോട്ടീസ് അയക്കുന്നു. എന്തിന്? വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനെ കുറിച്ച് എന്താണ് സാഹചര്യമെന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സമാനമായി കോൺഗ്രസ് ഭരിക്കുന്ന, UDF ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിനും കത്തയക്കുന്നു. എന്താണ് കേരളത്തിലെ സ്ഥിതി എന്ന് ചോദിച്ചു. അതാണ് കേരളം ഭരിക്കുന്നത് BJP പ്രോ ഗവൺമെന്റ്, അതാണ് കേരളം ഭരിക്കുന്നത് BJP സർക്കാർ തന്നെയാണ് എന്ന് പറയാൻ കാരണം. സുപ്രീം കോടതി രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം നടത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, SIT രൂപീകരിക്കേണ്ടി വരും എന്ന് വരെ പറഞ്ഞു വെച്ചു. SIT രൂപീകരിക്കുന്നതിനോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചു സുപ്രീം കോടതി. അതുമാത്രമല്ല, നിരപരാധികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഒരു കേസുകളിലും പ്രതികളല്ലാത്ത വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം വിട്ടയക്കണം. നേരത്തെ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അവരുടെ കേസുകളെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തണം. ഇതാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെടുകയും സുപ്രീം കോടതി തന്നെ 5 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം. അതിൽ കേരളം പെട്ടു എന്നതാണ് കേരളത്തിൻ്റെ നാണക്കേട്. BJP സർക്കാരിനെതിരെ സമരം ചെയ്ത മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേസ് എത്രയും വേഗം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. കേസ് പിൻവലിക്കണം. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്.
കോൺഗ്രസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടെടുത്തു, ദില്ലിയിൽ സമരം ചെയ്തു, മുഖ്യമന്ത്രി സമരത്തിൽ പങ്കെടുത്തു. അതേ മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. ശരിയായ ചോദ്യമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകണം സംസ്ഥാന സർക്കാർ. അത് പെട്ടെന്ന് തീരുമാനമെടുക്കണം. നീട്ടിക്കൊണ്ടുപോയി ആലോചിക്കാം, പഠിക്കട്ടെ, വിശദമായി പരിശോധിക്കട്ടെ എന്നൊക്കെയുള്ള മറുപടിക്കപ്പുറം നിലപാട് പ്രഖ്യാപിക്കണം സംസ്ഥാന സർക്കാർ. എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന്, ജയിലടച്ച വിദ്യാർത്ഥിയെ നിരുപാധികം വിട്ടയക്കുമെന്ന്. അതാണ് ഈ സമരത്തോട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന, കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിന്, UDF-ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യവും ഏറ്റവും വലിയ പിന്തുണയും. അതിന് തയ്യാറാകുമോ സംസ്ഥാന സർക്കാർ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേസെടുത്ത നടപടി അപമാനകരമാണ്. സുപ്രീം കോടതി കേരളത്തിന് അയച്ച നോട്ടീസ് അതിനേക്കാളും വലിയ അപമാനമാണ്.